നമസ്കാരം. ഡിഗ്രി പ്രിലിം സ്റ്റേജ് 1 എക്സാമിൻ്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. മെയ് 2-നാണ് എക്സാം. ഡിഗ്രി ലെവൽ എക്സാമിന് അപ്ലൈ ചെയ്തവർക്കെല്ലാം കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട്. മാർച്ച് 18 വരെയാണ് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ കൺഫർമേഷൻ കൊടുക്കുക. ഡിഗ്രി ലെവൽ എക്സാംസായ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ സബ് ഇൻസ്പെക്ടർ, SBCID അങ്ങനെ കുറച്ച് പോസ്റ്റുകളിലേക്കുള്ള പ്രിലിമിനറി എക്സാമാണ് അപ്പോൾ മെയ് 2-ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ മെയ് 2-ന് എക്സാം ഉണ്ടോ എന്നുള്ളത് ഏപ്രിൽ 18-ന് ഹാൾ ടിക്കറ്റ് വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ. ഇപ്പോൾ അപ്ലൈ ചെയ്തവരെല്ലാവരും കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്, മറക്കരുത്. മാർച്ച് 18-നാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ സ്റ്റേജ് 1 എക്സാം മെയ് 2-നാണ് ഇപ്പോൾ ഡേറ്റ് വന്നിട്ടുള്ളത്. ഇനി വെറും 60-ൽ താഴെ ദിവസങ്ങളാണുള്ളത്. എക്സാം ഡേറ്റിനൊപ്പം PSC പുതിയ സിലബസും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് സിലബസ് ആൻഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫോർ ദ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ 2026 എന്ന് പറഞ്ഞ് പുതിയ സിലബസ് വന്നിട്ടുണ്ട്. അതായത് സിലബസ് നോക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി വേണം ഏത് സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് നോക്കാൻ. ഇവിടെ മാത്സിനും ഇംഗ്ലീഷിനുമാണ് 20 മാർക്ക് വീതം ഉള്ളത്. പിന്നെ മലയാളത്തിന് 10 മാർക്കും. അപ്പോൾ 100 മാർക്കിൽ 50 മാർക്കും ഇവിടെ ലാംഗ്വേജ് പോർഷൻ കൊണ്ടുപോവുകയാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും നമ്മൾ ഡെയിലി 10 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്താലും 50 ദിവസത്തിനുള്ളിൽ 500 ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു 35 എബോവ് എന്തായാലും നമുക്ക് ഈ ഭാഗത്തു നിന്നും സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള മാർക്കേ നമുക്ക് GK പോർഷൻസിൽ നിന്നും നേടേണ്ടതുള്ളൂ. GK പോർഷൻസിൽ പിന്നെ 50 മാർക്കിൻ്റെ GK പോർഷനാണുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ഹിസ്റ്ററിക്കും അതുപോലെ ആർട്സ്, ലിറ്ററേച്ചർ, സ്പോർട്സിനുമാണ്. 10 മാർക്ക് വീതമാണുള്ളത്. ഹിസ്റ്ററി ഒരു വൈഡ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് മുഴുവൻ കവർ ചെയ്യുക എന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച ഭാഗത്ത് നിന്ന് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് വരുന്ന ഹിസ്റ്ററിയിൽ 10 മാർക്സിൽ കേരള ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്ന് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്ര തിരുനാൾ, പിന്നെ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്. ഈ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്ന് മിഡീവൽ ഇന്ത്യ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, പിന്നെ സ്വദേശി മൂവ്മെൻറ്റ്, ഫോർമേഷൻ ഓഫ് INC ആൻഡ് സ്വദേശി മൂവ്മെൻറ്റ്, പിന്നെ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്. ഇന്ത്യൻ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ രാജാറാം മോഹൻ റോയ്, ദയാനന്ദ സരസ്വതി, അവിടുത്തെ ഇന്ത്യൻ സോഷ്യൽ റിഫോമേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ മഹാത്മാഗാന്ധി, ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മാഗാന്ധി, ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മാഗാന്ധി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേൾഡ്, ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ UNO എന്ന അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കണം. അങ്ങനെ വൈഡായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹിസ്റ്ററി. ഫുള്ള് കവർ ചെയ്യാൻ പറ്റില്ലെങ്കിലും പഠിക്കുന്ന പോർഷൻസ് നല്ലപോലെ പഠിക്കുക. അടുത്തത് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ, സ്പോർട്സ് ആണ്. ഇത് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, കാരണം അത് ഒരു ലിമിറ്റഡ് ടോപ്പിക്കാണ്. ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ, സ്പോർട്സിൽ നമുക്ക് നോക്കാം. ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ, സ്പോർട്സിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചറിൽ കല, ഇതിൽ കേരളത്തിലെ പ്രധാന ദൃശ്യശ്രാവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ. പിന്നെ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്ന അറിവ്, പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ, പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, പിന്നെ ഒളിമ്പിക്സിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിൻ്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുതകൾ, ദേശീയ ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ. പിന്നെ സാഹിത്യത്തിലെ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യകൃതികൾ, കർത്താക്കൾ, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ,
എഴുത്തുകാർ, തൂലിക നാമങ്ങൾ, അപരനാമങ്ങൾ, കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തരമായ വഴികൾ. കൃതികൾ, എഴുത്തുകാർ. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ. പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിനർഹരായ എഴുത്തുകാർ, കൃതികൾ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ, മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും. സംസ്കാരം. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ. കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ മെയിനായിട്ട് ഈ ഭാഗത്തു നിന്ന് വരുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളതായിരിക്കും. അതായത് സാഹിത്യം, സിനിമ, സ്പോർട്സ് എന്നിവയിലുള്ള ലേറ്റസ്റ്റ് അവാർഡ്സൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മെയിനായിട്ട് ഇതിൽ നോക്കേണ്ട ടോപ്പിക്സ് പറയുന്നത് എഴുത്തുകാർ, തൂലിക നാമങ്ങൾ, പിന്നെ മലയാള സിനിമയുടെ നാൾവഴികൾ, പിന്നെ കേരളത്തിലെ പ്രധാന ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, പിന്നെ സാംസ്കാരിക നായകർ. പിന്നെ സ്പോർട്സിൻ്റെ ഭാഗത്ത് ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ് ഒക്കെ നോക്കണം. അപ്പോൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ, സ്പോർട്സ് നമുക്ക് മുഴുവനായി കവർ ചെയ്യാൻ പറ്റും. ഇതിൽ 10 എന്തായാലും 8 മാർക്സ് വരെ നേടാൻ നമുക്ക് ഈ സബ്ജക്റ്റിൽ നിന്ന് പറ്റും. പിന്നെ വരുന്ന എല്ലാ സബ്ജക്റ്റിനും 5 മാർക്ക് വീതമാണുള്ളത്. പിന്നെ വരുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണ്? ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, സയൻസ് ആൻഡ് ടെക്നോളജി. ഇതിലെല്ലാം 5 മാർക്ക് വീതമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ എളുപ്പം പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്ക് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൻ്റെ ഭാഗത്ത് കുറച്ച് ടോപ്പിക്സ് മാത്രമാണ് വരുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയെന്ന് നോക്കാം. അതിൽ ഏറ്റവും ആദ്യമായിട്ട് നോക്കേണ്ടത് നാഷണൽ ഇൻകമാണ്. നാഷണൽ ഇൻകത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എന്തായാലും വരും. പിന്നെ 5 ഇയർ പ്ലാൻസ്, നിതി ആയോഗ്, റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻസ്, പിന്നെ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ. ഈ ഭാഗങ്ങളിൽ നിന്നാണ് പ്രീവിയസ് ഇയറിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എളുപ്പം കവർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സാണ്. അധികം ഇല്ല, കുറച്ച് ഒരു 2, 3, 4 ദിവസം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിലബസ് എക്കണോമിക്സ് മുഴുവൻ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നമുക്ക് 5 മാർക്ക് ഈസി ആയിട്ട് നേടാം. പിന്നെ വരുന്നത്, പിന്നെ നമുക്ക് എളുപ്പം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് എന്ന ഭാഗത്തു നിന്നാണ്. പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സിലബസിലുള്ള എല്ലാ ടോപ്പിക്സും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്സിന് ഇത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതുപോലെ എല്ലാ ടോപ്പിക്കും നോക്കാനും മറക്കരുത്. പിന്നെ കമ്പ്യൂട്ടറാണുള്ളത്. അതിൽ എല്ലാ ടോപ്പിക്സും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്പ്യൂട്ടറിൽ. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇൻ്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. പ്രീവിയസ് ഇയറിലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് എന്ന ഭാഗത്തു നിന്നാണ്. പിന്നെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇത് 3 ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നും ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ടോപ്പിക്കും ഒരുപോലെ നോക്കാം. അധികം ബുദ്ധിമുട്ടില്ല നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹിസ്റ്ററി പോലെ ഒരു വൈഡായിട്ടുള്ള ടോപ്പിക്കൊന്നുമല്ല. നമുക്ക് 50 ദിവസമുണ്ട്, അതിൻ്റെ ഉള്ളിൽ പഠിച്ച് തീർക്കാവുന്ന ഒരു ടോപ്പിക് തന്നെയാണ് കമ്പ്യൂട്ടേഴ്സ്. പിന്നെ വരുന്നത് ജോഗ്രഫിയാണ്. ജോഗ്രഫി ഒരു വൈഡായിട്ടുള്ള ടോപ്പിക്കാണ്. ജോഗ്രഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് വരുന്നത് എർത്ത് സ്ട്രക്ചറാണ്. അതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എർത്ത് സ്ട്രക്ചർ, പിന്നെ അറ്റ്മോസ്ഫിയർ, റോക്സ്, പ്രഷർ ബെൽറ്റ്സ് ആൻഡ് വിൻഡ്സ്. പിന്നെ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്തുനിന്ന് നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ എന്നിവയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ കേരള ജോഗ്രഫിയുടെ ഭാഗത്തുനിന്ന് റിവേഴ്സ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. എല്ലാം നമുക്ക് ഈ 50 ദിവസത്തിനുള്ളിൽ കവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ വാട്ടർ വേസ് എന്ന ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, അത് നോക്കുക. അടുത്തത് വരുന്നത് സിവിക്സ് ആണ്. സിവിക്സിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് വരുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ്, പിന്നെ ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ലോക്പാൽ ആൻഡ് ലോകായുക്ത, എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ, പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ആക്ട്സ് ആൻഡ് റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ, ചിൽഡ്രൻ ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾ. ഈ പറഞ്ഞ ടോപ്പിക്കിനൊക്കെ ഇമ്പോർട്ടൻ്റ് നൽകി പഠിക്കുക. ഇൻഫർമേഷൻ കമ്മീഷനും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റും ഒക്കെ, അതുപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷനും ഒക്കെ, ഇത് എക്കണോമിക്സിലും കൂടി വരുന്നതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. അപ്പോൾ
എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതിനൊക്കെ ഇമ്പോർട്ടൻസ് നൽകി പഠിക്കുക. പിന്നെ അടുത്തത് വരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെ നോക്കാം. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ISRO, ഇറ്റ്സ് ആക്ടിവിറ്റീസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, പിന്നെ കോൺട്രിബ്യൂഷൻസ് ഓഫ് പ്രോമിനൻറ്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ്, പിന്നെ എനർജി റിക്വയർമെൻറ്റ് ആൻഡ് എഫിഷ്യൻസി, ദെൻ ബയോഡൈവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. പിന്നെ എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്, പൊല്യൂഷൻ, കാർബൺ എമിഷൻ, ഗ്ലോബൽ വാർമിംഗ്, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയയാണ്. പക്ഷേ ഇത് സയൻസ് ആൻഡ് ടെക്നോളജി ഇത് മെയിൻസ് എക്സാമിന് ഇല്ലാത്തൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ടൈം ഇല്ല എങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. മറ്റുള്ള ഭാഗത്തു നിന്ന് മാർക്ക് നമുക്ക് ഈ 5 മാർക്ക് മറ്റുള്ള ഭാഗത്തു നിന്ന് നേടാൻ, പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ടോട്ടലി സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് സയൻസ് ആൻഡ് ടെക്നോളജി. നിങ്ങൾക്ക് ISROൻ്റെ മാത്രം പഠിച്ചാലും ഓക്കെയാണ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസിൻ്റെ ഒരു ഓവർവ്യൂ. കഴിഞ്ഞ പ്രിലിംസ് എക്സാമുകളിൽ 45, 50, 55 റേഞ്ചിൻ്റെ ഉള്ളിലാണ് ഒരു കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 60 എബോവ് മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ട് പ്രിലിംസ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മെയിൻസിനായിട്ട് പ്രിപ്പയർ ചെയ്യാം. എന്തായാലും പ്രിലിംസിൻ്റെ ലിസ്റ്റിൽ പ്രിലിംസ് പാസ്സാവും. അപ്പോൾ ഒരു 60ൽ 60 എബോവ് എയിം ചെയ്തിട്ടായിരിക്കണം പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സബ്ജക്റ്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നതും അതിനുള്ള റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുന്നതും നമുക്ക് വരാൻ പോകുന്ന എക്സാമിന് നല്ലതാണ്. അപ്പോൾ എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. ഇനി അധികം ദിവസങ്ങളില്ല. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഓക്കെ, താങ്ക് യു.